പക്ഷേ ഈ മൃതദേഹങ്ങളും ഈ പേമാരിയിൽ അപകടത്തിൽ മലവെള്ളപ്പാച്ചിലിൽ പെട്ടതാണ് എന്നുള്ള കാര്യം നമുക്ക് തൽക്കാലം സ്ഥിരീകരിക്കാം. അനഘ വീണ്ടും ചേരുന്നുണ്ട് ചൂരൽമലയിലെ വിവരങ്ങളുമായി. അനഘ, ഈ മുണ്ടക്കൈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ താഴെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, 9 മൃതദേഹങ്ങൾ, 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരം വരുന്നുണ്ട്. ദുരന്തത്തിൻ്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിക്കുകയാണ്. അവിടെ എങ്ങനെയാണ് സ്ഥിരീകരണം? നിലവിൽ ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മഴ ശക്തമായി തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മഴ. അതുകൊണ്ട് തന്നെ തിരച്ചിലുകൾ അതീവ ദുഷ്കരമാണ്. ഈ പ്രകൃതിയുടെ ഭാവം തന്നെ മാറിയിരിക്കുന്നു എന്ന ഒരു അവസ്ഥയിലാണ് നിലവിൽ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഇത്തരത്തിൽ ഒരു മലവെള്ളപ്പാച്ചിലിൽ നിന്ന് സമാനമായി തന്നെയാണ് ഈ കള്ളാടിപ്പുഴ നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മലവെള്ളം വന്നപ്പോൾ ആളുകൾ ഒന്നടങ്കം ഇത്തരത്തിൽ ആളുകൾ ചാലിയാറിലേക്ക് ഒഴുകിപ്പോയത്. കാരണം വനഭാഗമാണ്, വനത്തിനുള്ളിലൂടെ ഇത്തരത്തിൽ ചാലിയാറിലേക്ക് എത്തിയിട്ട് ഉണ്ടാവാം. അതായത് ഈ ചുരൽമലയിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടക്കൈ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിപ്പോയവർ ഈ ചാലിയാറിൽ തന്നെ ഇനിയും നിരവധി എത്തിയിട്ടുണ്ടാവാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനം കൂടി അല്ലെങ്കിൽ ഒരു സൂചന കൂടി നമുക്ക് ലഭ്യമാവുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് 15 മൃതദേഹമാണെങ്കിൽ ഇനിയും അതിൽ ഏറെ മൃതദേഹങ്ങൾ കൂടി നമുക്ക് ലഭിക്കുവാനുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ലഭിച്ച മൃതദേഹങ്ങളാണ് 15 എണ്ണം. മാത്രം ഇത്തരത്തിൽ 10 എണ്ണം ചാലിയാറിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ നിരവധി മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്തുവാനുണ്ട്. ഇനിയും വീടുകളിലടക്കം തിരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലും ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ട്. അതടക്കം പുറത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനവും അതിനിടയിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കഘട്ടത്തിൽ ആളുകൾക്ക് രക്ഷാപ്രവർത്തകർക്ക് ഇത്തരത്തിൽ ആളുകളെ രക്ഷിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരച്ചിലുകൾ നടക്കുന്നിടത്ത് നിന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ കാര്യം. ഏതായാലും NDRFിന്റെ ടീം നിലവിൽ ചൂരൽമലയിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. കാരണം മുണ്ടക്കൈയിലേക്കുള്ള പാലം ഒഴിച്ചു പോയിരിക്കുന്നു. മുണ്ടക്കൈ പ്രദേശം ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ്. നേരത്തെ നമ്മളൊരു ന്യൂസ് മലയാളത്തോട് സംസാരിച്ചവർ അടക്കം വ്യക്തമാക്കിയത് അവർ ഒരു വനത്തിനുള്ളിലാണ്, ഒരു ഏലത്തോട്ടത്തിന്റെ ഉള്ളിലാണ്. ഇത്തരത്തിൽ വനത്താൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ തോട്ടത്താൽ ചുറ്റപ്പെട്ട ഏലത്തോട്ടങ്ങളാലും തേയിലത്തോട്ടങ്ങളാലും അടക്കം ചുറ്റപ്പെടുന്ന ഒരു മേഖലയാണ് ഇത്തരത്തിൽ മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് വീഴുമ്പോൾ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടാവുക. മാത്രമല്ല നേരത്തെ ഇന്ന് പുലർച്ചെ തന്നെ 2 ഉരുൾപൊട്ടലാണ് ഈ പ്രദേശത്ത് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിൽ പിന്നീട് 4 മണിയോടുകൂടി രണ്ടാമത്തെ ഉരുൾപൊട്ടലും ഈ പ്രദേശത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടു. ഹെലികോപ്റ്ററിനടക്കം മുഖ്യമന്ത്രിയോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ബന്ധപ്പെട്ടവർ ഹെലികോപ്റ്റർ 7:30 സൂളൂരിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്നാണ് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്തിച്ചേരാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കണ്ടോ? അവിടെ ആ നിലയ്ക്ക് ഹെലികോപ്റ്ററിൻ്റെ പരിശോധനയോ ആകാശ ദൃശ്യം പകർത്താനുള്ള ശ്രമമോ ഒക്കെ കണ്ടോ? മറ്റ് ഈ ഹെലികോപ്റ്റർ അല്ലാതെ ഡ്രോണോ മറ്റോ പറത്തി ഈ ഏതൊക്കെ പ്രദേശമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളതെന്ന് തിരിച്ചറിയാനുള്ള എല്ലാ ശ്രമവും അവിടെ നടക്കുന്നുണ്ടോ? നിലവിൽ ഹെലികോപ്റ്റർ ഇറക്കുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് കൽപ്പറ്റയിലെ SKMG ഹയർ സെക്കൻഡറി സ്കൂളാണ്. നിലവിൽ മേപ്പാടിയിലെ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിലവിൽ SKMG ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തരത്തിൽ നമുക്ക് ഹെലികോപ്റ്റർ ഇറക്കുവാൻ സാധിക്കുക എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അത്തരത്തിൽ ഹെലികോപ്റ്റർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരുവാനുള്ള സമയം ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഹെലികോപ്റ്റർ മുഖാന്തരം ആളുകളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്.